ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് കാണാറുണ്ട്. അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, ഗൂഗിൾ ക്രോം, അങ്ങനെ നിരവധി ആപ്പുകൾ നമ്മളുടെ ഫോണിൽ ഒരുപാട് സമയം നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഫേസ്ബുക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് റീൽസ് ഉപയോഗിക്കും, അതുപോലെ വീഡിയോസുകളൊക്കെ കാണും. വാട്സാപ്പിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ, യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് മാത്രം. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു വീഡിയോ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മൾ സാധാരണ ഒരു പാചക വീഡിയോ ആണ് കാണുന്നതെങ്കിൽ, യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ, ഈ പാചക വീഡിയോ നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാനായിട്ട് നമ്മൾ യൂട്യൂബ് സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്കത് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ കഴിയില്ല. ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് കണ്ടാലും, അതായത് ഫേസ്ബുക്കിൽ നിന്ന് കണ്ടാലും, യൂട്യൂബിൽ നിന്ന് കണ്ടാലും, ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും, പിൻട്രസ്റ്റിൽ നിന്നായാലും, എവിടെ നിന്നായാലും നമുക്ക് കാണുന്ന വീഡിയോ നമ്മുടെ ഫോണിൽ ഗാലറി സേവ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലുള്ള വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കണ്ട. ഈ ചെറിയ അറിവ് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ യൂട്യൂബാണ് എടുക്കുന്നത്. ജസ്റ്റ് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് എൻ്റെ ചാനലിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനലിലുള്ളൊരു വീഡിയോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിൽ പ്ലേ ചെയ്യിക്കുകയാണ്. ഞാനിപ്പോൾ വീഡിയോ ജസ്റ്റ് പ്ലേ ചെയ്യിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് ഈ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ കാണുന്ന ഷെയർ എന്നുള്ള ബട്ടണിലൊന്ന് അമർത്തുക. അതിനുശേഷം താഴെ കാണുന്ന കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷനിലൊന്ന് അമർത്തുക. ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്കിലാണെങ്കിൽ ഉള്ള കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഫേസ്ബുക്കിലുള്ള കാര്യം കൂടി കാണിച്ചിട്ട് ഞാനിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് കൂടി കാണിച്ചു തരാം. ഞാൻ ഫേസ്ബുക്ക് എടുക്കുകയാണ്. ജസ്റ്റ് ഫേസ്ബുക്ക് എടുത്തു. ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന 3 കുത്തിൽ അമർത്തുന്നു. ജസ്റ്റ് കോപ്പി ലിങ്ക് എന്ന് പറയുന്നു. കോപ്പി ലിങ്ക് കൊടുക്കുന്നു. യൂട്യൂബിൽ ആയാലും ഫേസ്ബുക്കിലായാലും വേറെ ഏത് ആപ്ലിക്കേഷനായാലും നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. കോപ്പി ലിങ്ക് എടുത്താൽ മതി. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന്. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫോണിൽ ജസ്റ്റ് ഗൂഗിൾ ക്രോമാണ് എടുക്കുന്നത്. ഗൂഗിൾ ക്രോം നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സെർച്ച് ബാറിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാണിച്ചുതരാം. കോബാൾട്ട് ടൂൾ എന്നാണ് ആ ഓപ്ഷൻ്റെ പേര്, അതായത് ആ സൈറ്റിൻ്റെ പേര് കോബാൾട്ട് ടൂൾ എന്നാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കോബാൾട്ട് .ടൂൾ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ആരോ കാണാൻ പറ്റും. ജസ്റ്റ് ആ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോബാൾട്ട് ടൂളിലേക്ക് നേരെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഒരു പൂച്ചയുടെ പടമായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇനി ഇവിടെ താഴെ കാണുന്ന പേസ്റ്റ് ആൻഡ് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് 3 കുത്ത്, വീണ്ടും 3 കുത്തിൻ്റെ കളി തന്നെയാണ്. 3 കുത്ത് അമർത്തുക. ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണും ഡൗൺലോഡ് എന്നുള്ള ഗൂഗിൾ ക്രോമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ മുകളിലായിട്ട്
ഡൗൺലോഡിംഗ് ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മുടെ ഫോണിൽ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പ രീതിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കണ്ട.